ഗായ്സ് വെൽക്കം ടു AL വ്ളോഗ്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഒരു ചെടീനെ പറ്റി, അതേപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നൊക്കെ. അതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോണേ. അപ്പോൾ ഇതാണ് ആ ചെടിയുടെ റൂട്ട്. അത് രണ്ട് റൂട്ടായിട്ട് രണ്ട് സ്റ്റെമ്പായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതും പിന്നെ വേറൊരെണ്ണം ഇതും. അപ്പോൾ ഈ ചെടി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇവിടെയാണ് അവസാനിക്കണേ. ഈ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായേക്കണേ. അപ്പോൾ അതേ ഫ്രൂട്ടാണ് ഇവിടെ ഇരിക്കണേ. അതാണ് എന്തൊട്ടാണെന്ന് മനസ്സിലായി പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചു തരാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലെത്തി. താഴെ മാത്രമല്ല മുകളിലും കൊലകളുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊലകളിൽ ഇങ്ങനെ കവറിട്ട് വെച്ചേക്കുന്നത് കുറച്ച് ക്ഷണിക്കാത്ത അതിഥികളൊക്കെ വരും. അണ്ണാൻ, കാക്ക, പിന്നെ പക്ഷികൾ, അതൊക്കെ വന്ന് തിന്നും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇട്ട് വെക്കണം. പിന്നെ ഒരു ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി തന്നിട്ടുണ്ട്. അതാണിത്. പട്ടാൾപ്പുഴു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഈ പുഴുവിനെ കളഞ്ഞിട്ട് മുന്തിരിയുടെ ഇത് തുറന്ന് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നമ്മൾ ആ പുഴുവിനൊക്കെ ഓടിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ മുന്തിരിയുടെ കവറൊക്കെ തുറന്ന് വെച്ചു. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യണതിന് മുമ്പ് ഇത് തുറന്നപ്പോഴാണ് കണ്ടത് ഒരു പൂപ്പൽ പോലത്തെ സാധനം. അപ്പോൾ പൂപ്പൽ പോലത്തെ സാധനം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ചീത്തയായോ എന്നൊക്കെ ഒരു പക്ഷെ ഇവിടെ മാത്രം അങ്ങനെ പൂപ്പൽ വന്നിട്ടില്ല. പിന്നെ പഴുത്തും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൂപ്പലുള്ളത് കൊണ്ട് കാരണം ഇത് പൂപ്പലില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തിന്ന് നോക്കണതാണ്. സൂപ്പർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പണ്ടും മുന്തിരി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അപ്പനും അമ്മയും ഒക്കെ ഇടയ്ക്ക് മുന്തിരി വാങ്ങിത്തരാറുണ്ട്. ആദ്യം ഞാൻ തിന്നും, കുറേ തിന്നും. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുക. ഞാൻ ഇടയ്ക്ക് കട്ടറൊക്കെ എടുത്ത് തിന്നും. അങ്ങനെ കുറേ തിന്നുമ്പോൾ എനിക്ക് പനി വരും. അതുകൊണ്ട് അവരങ്ങനെ വാങ്ങിച്ചു തരില്ല. ഇപ്പോൾ എനിക്ക് വിഷമൊന്നും അടിക്കാത്ത നല്ല സാധനമൊക്കെ എടുത്ത് തിന്നാലോ. അതെ, പിന്നെ ഇതുപോലെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂ ഇതാണ് പൂ. ഇതാണ് ഇതിൻ്റെ പൂ. ഇപ്പോഴും പൂ വളരണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനിയും കുറേ മുന്തിരിയൊക്കെ കിട്ടും അന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ താഴെ ഞാൻ കുറച്ച് ഇഞ്ചിയും അതൊക്കെ നട്ടിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഗായ്സ്, അപ്പോൾ ഞാൻ മുന്തിരിയുടെ ഒരു ട്രിക്ക് പറയാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ മുന്തിരി ഇങ്ങനെ വളരുമ്പോൾ നമ്മളിങ്ങനെ ഒടിച്ച് കളയണം. അപ്പോൾ ഇവിടുന്ന് മുന്തിരി വീഴുന്നത് ഇങ്ങനെ 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 ഒടിച്ച് കളയണം. അപ്പോൾ ഇവിടുന്ന് ഇനി മുന്തിരി വരും. അങ്ങനെയാണ് സാധാരണ സാധനങ്ങളൊക്കെ വരാറ്. ഞാൻ ഇഞ്ചി വരാറില്ലേ, ഇതാണ് ഇഞ്ചി. അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ ഇഞ്ചി വാങ്ങുമ്പോൾ അത് ചിലത് ചീഞ്ഞതായിരിക്കും. പിന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങി നല്ല ഇഞ്ചിയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ചിലതൊക്കെ എടുത്ത് കുഴിച്ചിടും. പിന്നെ ഞാനിവിടെ ഒരു സബോള നട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു സബോളയാണ് ഞാൻ നട്ട് വെച്ചേക്കുന്നത്. ഇതൊന്നും ശരിയാവുമെന്ന് അറിയില്ല, എന്നാലും വെറുതെ ചെയ്യണമെന്നതാണ്. പിന്നെ ഇതൊരു പയർ ഞങ്ങൾ ഈ വലയിലേക്ക് കയറ്റിയേക്കുന്നതാണ്. മുന്തിരിയും അതേപോലെ തന്നെ വലയിലേക്ക് കയറിയേക്കണതാണ്. ഇവിടെ വല താഴെ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടും. അങ്ങനെയാണ്. ഇത് വെള്ളരിയാണ്, വെള്ളരി. പിന്നെ ഇത് കോളിഫ്ലവറിൻ്റെ തൈയാണ് വാങ്ങിച്ചേക്കണത്. ഇതൊക്കെ വെറുതെ വെച്ചേക്കണതാണ്. പിന്നെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ പിന്നെ പറയാം. ഇത് അലോവേര മേത്തൊക്കെ പറ്റാനായിട്ട്. പിന്നെ ഇത് കോവലം. അപ്പോൾ ഞങ്ങൾക്ക് കോവയ്ക്ക കിട്ടും, അലോവേര കിട്ടും, പിന്നെ ഇഞ്ചി കിട്ടും, മുന്തിരി കിട്ടും. അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും. അതേപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഗാർഡൻ നിങ്ങൾ കണ്ടു. ഫ്രൂട്ട്സും കിട്ടും, വെജിറ്റബിൾസും കിട്ടും. പിന്നെ ഇത് ചെയ്യുന്നത് കുറച്ച് സ്പേസിലാണ്. കുറച്ച് സ്പേസ് മതി. സൺഷെയ്ഡിൻ്റെ താഴെയുള്ള ആ സ്പേസിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന സംഗതിയാണിത്. അപ്പോൾ വിഷമില്ലാത്ത നല്ല സാധനങ്ങൾ, വിഷമില്ല. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്
പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. അയ്യോ നിൽക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലെന്ന്. അതിൻ്റെ സിസ്റ്റമൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.